വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ സത്യഭാമയോട് പറയുന്നുണ്ട്, ഏതവസ്ഥയിലായാലും എൻ്റെ ഭാര്യയെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഈ അർജുൻ ശങ്കർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. പക്ഷെ കൊണ്ടുപോകുന്നില്ല. അത് നിങ്ങളുടെ ആൽബലമോ ഗുണ്ടായുസമോ ഭീഷണിയോ ഒന്നും ഭയന്നിട്ടല്ല. ഈ ഇരിക്കുന്ന വീൽ ചെയറിലിരിക്കുന്ന ഈ മനുഷ്യനെ ഓർത്താണ്. ചോരത്തുള്ളിയേക്കാളൊക്കെ വിലയുണ്ട് മനസ്സിടറിയുള്ള ഒരു തുള്ളി കണ്ണുനീരിന്. ഇനിയെങ്കിലും നിങ്ങളതൊന്ന് മനസ്സിലാക്കുക എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി സത്യഭാമയുടെ മുഖത്തടിച്ച പോലെ പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ഉത്തരമൊന്നുമില്ല. അതിനുശേഷം അർജുൻ അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് പ്രീതിയുടെ റൂമിലേക്ക് പോയി കുറേ നേരം പ്രീതിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതേസമയം വിഷ്ണു റൂം എടുത്ത ആ ഹോട്ടലിലെ മാനേജർ വിശ്വംഭരൻ എത്തുകയാണ്. അന്നേരം ആ റൂം ബോയിയോട് പുതിയ താമസക്കാർ വന്നോ ചോദിക്കുമ്പോൾ ഉണ്ട്, ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം വിശ്വംഭരൻ ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. ആ വിഷ്ണു അവനെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു റിസപ്ഷനിലേക്ക് വരുന്നത്. ആ വിശ്വംഭര സുഖം തന്നെയല്ലേ, ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ വിശ്വംഭരനാണെങ്കിലും ആകെ ടെൻഷനിലാണ്. നീ എന്തിനാണ് റൂം കൊടുത്തത്? സത്യാമ്മ എറിഞ്ഞാൽ എൻ്റെ കട്ടയും വിടവും മുടങ്ങുമല്ലോ എന്നും പറഞ്ഞ് ആകെ ടെൻഷനിൽ വിശ്വംഭരൻ നിൽക്കുമ്പോൾ സാറിൻ്റെ നൻപൻ എന്ന് പറഞ്ഞു, ബിസിനസ് നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കൊടുത്തതെന്ന് ആ റൂം ബോയ് പറയുന്നുണ്ട്. ഇതേസമയം ശാലിനി ആണെങ്കിൽ റൂമിൽ കുഞ്ഞിനെ കളിപ്പിക്കുകയും അതിന് കുപ്പിപ്പാൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ വിജിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ശാലിനി അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ റിസപ്ഷനിലെ വിശ്വംഭരനും റൂം ബോയും തമ്മിൽ സംസാരിക്കുകയാണ്. അവനിത് എവിടെ പോയി കാണാനില്ലല്ലോ എന്ന്. അതേസമയത്താണ് വിഷ്ണു ശാലിനിക്കുള്ള ഭക്ഷണമാണെന്ന് തോന്നുന്നു അതൊക്കെ വാങ്ങിച്ച് വരുമ്പോൾ വിശ്വംഭരൻ പറയുന്നുണ്ട്, വിഷ്ണു പറയുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്ക് പറഞ്ഞേ മതിയാവൂ. സത്യാമ്മയുടെ മകൻ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ വാടക എന്നിട്ടല്ലേ വിശ്വംഭരയോട് താമസിക്കുന്നത് ചോദിക്കുമ്പോൾ യുക്തിപരമായ ആലോചനയും തീരുമാനമൊന്നും സത്യാമ്മയ്ക്കില്ല എന്ന് വിഷ്ണുവിന് തന്നെ അറിയാമല്ലോ. സത്യാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണത്തിൻ്റെ അടവൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. കുത്തിന് കയറി പിടിച്ചാൽ ഞാൻ ആകെ പെട്ടുപോകും എന്നിങ്ങനെ അങ്ങ് വിശ്വംഭരൻ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം അത്രയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതെ അത് വേണം, അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈ പിടിക്കുകയാണ്. ഇത് കാലാണെന്ന് കരുതി പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വിഷ്ണു എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ്, സത്യാമ്മയായിട്ട് ഒരു അനുരഞ്ജനത്തിൽ പോകുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, നട്ടലിന് പകരം വാഴനാര് വച്ചിരിക്കുന്ന ഒരുത്തൻ വിഷ്ണുവിൻ്റെ ഏട്ടനാവുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കയറാൻ തുടങ്ങുമ്പോൾ ശാലിനി അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിശ്വംഭരൻ പറയുന്നുണ്ട്, ഈ നാട്ടിൽ വിഷ്ണുവിന് എവിടെയും റൂം കിട്ടാനായിട്ട് സാധ്യതയില്ല. സത്യാമ്മയുടെ കൂറും വിശ്വാസവും ഉള്ളവരൊക്കെ അല്ലേ ഇവിടെ ഉള്ളതെന്ന്. അന്നേരം സത്യാമ്മയുടെ കൂടെ ചേർന്ന് പോകുന്നതാണ് നല്ലതെന്ന് വീണ്ടും പിന്നെ വിശ്വംഭരൻ പറയുമ്പോൾ ഞാനും എൻ്റെ അമ്മയും തമ്മിലല്ലേ പ്രശ്നം, അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ കാര്യമൊക്കെ ഈ വിഷ്ണു ആലോചിച്ചോളാം, നമ്മളിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു റൂമിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണുവിൻ്റെ സങ്കടകരമായ മുഖമൊക്കെ കണ്ടിട്ട് എന്താ വിഷ്ണു ഏട്ടാന്ന് ശാലിനി തിരക്കുന്നുണ്ട്. അന്നേരം ശാലിനി നമുക്ക് ഇവിടെ നിന്ന് ഉടനെ ഇറങ്ങണം എന്ന് പറഞ്ഞങ്ങ് വിഷ്ണു സങ്കടത്തോടെ നിൽക്കുകയാണ്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. വിഷ്ണു കാര്യങ്ങളൊക്കെ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ടാകാം. തുടർന്ന് അവർ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ടാകാം. തുടർന്നുള്ള സീൻ ശാരദാമ്മയുടെ വീട്ടിലാണ്. അവിടെ അർജുനും രാജീവും ഒക്കെ എത്തിയിട്ടുണ്ട്. അന്നേരം രക്ഷയില്ല അല്ലേ എന്നിങ്ങനെ രാജീവ് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല സാർ, സ്റ്റേഷൻ ജാമ്യത്തിൽ അയാൾ വിടില്ല എന്ന് പിടിവാശിയാണ്. പിന്നെ നമുക്ക് കോടതിയിൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാണ്. അവിടെ നിന്ന് നമുക്ക് നിസ്സാരമായിട്ട് ജാമ്യം എടുക്കാമെന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ അപ്പോൾ ഇന്നൊരു ദിവസം അമ്മ ലോക്കപ്പിൽ കിടക്കേണ്ടി വരുമല്ലേ എന്നും പറഞ്ഞ് ശാരിക അങ്ങ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം ഒറ്റയ്ക്കല്ലല്ലോ, ഗോപാലേട്ടനും ഇല്ലേ എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട്. തുടർന്ന് ആ കഥയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഒരു ചതിയാണ് നടന്നത്, രാജേശ്വരി ബാലേന്ദ്രൻ ചതിച്ചതാണ് എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. തുടർന്ന് ആകെ കരയുന്ന ശ്യാമയങ്ങ് ശാരികയുടെ തൊള്ളിലേക്ക് വീണ് കരയുകയാണ്. നമുക്ക് ആരുമില്ലല്ലോ ചേച്ചി എന്നിങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ അർജുൻ അങ്ങ് രാജീവിനെ നോക്കുകയാണ്. തുടർന്ന് രാജീവും അർജുനും ഒക്കെ പറയുന്നുണ്ട്, ആരുമില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഞാനുണ്ട്, സാറുണ്ട്, പിന്നെ വിഷ്ണു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്നൊരു രാത്രി ഇരുട്ടി വെളുക്കുന്നത് വരെ എനിക്ക് സമയം വേണം എന്നിങ്ങനെ അർജുൻ ശാരികയോടും ശ്യാമയോടും ഒക്കെ പറയുകയാണ്. പക്ഷെ ആകെ അങ്ങ് കരച്ചിലാണ് ശ്യാമ. തുടർന്ന് ശാരികയും ശ്യാമയും അങ്ങ് അകത്തേക്ക് പോയി അങ്ങ് കരച്ചിലാണ്. അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് പറഞ്ഞാണ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക? അല്ല വിഷ്ണു ശാലിനി എവിടെയാണെന്ന് അർജുന് വല്ല ബോധ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അയ്യോ തിരക്കിനിടയിൽ അതൊക്കെ ചോദിക്കാനും ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ സത്യാമ്മയുടെ മകനല്ലേ, എവിടെയെങ്കിലും സുഖമായിട്ടിരിക്കുന്നുണ്ടാകും, ഒരു കിടപ്പാടം എവിടെയെങ്കിലും കിട്ടാതിരിക്കുമോ എന്ന് അർജുൻ അങ്ങ് സ്വയം ആശ്വസിക്കുകയാണ്.
ഇതേസമയം വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അമ്പലനടയിൽ ഇരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കുകയും കൊതുവിനെ അടിച്ചുകൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടിയത് കൊണ്ട് മോള് പെരുവഴിയിലായല്ലേ എന്നൊക്കെ കുഞ്ഞിനോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ച് വരികയാണ്. അന്നേരം അതേ അമ്മ വന്നല്ലോ, എന്തു പറഞ്ഞു തൻ്റെ ദൈവം എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉടനെ തീരും, പരിഹാരമുണ്ടാകും എന്നൊക്കെ അങ്ങ് ശാലിനി പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അതിനാണോ ഇത്രയും സമയമെടുത്തത്? ഇനിയിപ്പോൾ എത്ര വേണമെങ്കിലും സമയമുണ്ടല്ലോ, ഇവിടെ ഇരിക്കാമല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അമ്പലമായാലും അങ്ങനെയുള്ള പ്രയോജനമൊക്കെ ഉണ്ട്. ID കാർഡും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ആരുമില്ല, എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം എന്നൊക്കെ ശാലിനി പറയുകയാണ്. ഈ സമയത്ത് കുഞ്ഞങ്ങ് വല്ലാതെ കരയുകയാണ്. അന്നേരം ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാലിനി കുഞ്ഞിനെ എടുക്കുകയാണ്. അവൾക്ക് വിശക്കുന്നുണ്ടാകും എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം എന്നാൽ കുഞ്ഞിന് പാല് കൊടുക്കുക എന്ന് പറയുമ്പോൾ വിഷമത്തോടെ ശാലിനി പറയുന്നുണ്ട് അത് പാല് തീർന്നു എന്ന്. അന്നേരം അവളിപ്പോൾ ഉറങ്ങുമോ എന്നിങ്ങനെ വിഷ്ണു എപ്രാളത്തിൽ ചോദിക്കുകയാണ്. അന്നേരം വിശന്നിരിക്കുന്ന കുഞ്ഞ് എങ്ങനെയാണ് വിഷ്ണു ഏട്ടാ ഉറങ്ങുന്നത്, ഇത്തിരി പാല് വാങ്ങിച്ചുകൊണ്ട് വാന്ന് പറയുകയാണ്. അന്നേരം അതുവരെ മോള് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി കുഞ്ഞിനെ അങ്ങ് മടിയിലിരുത്തുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ പാൽക്കുപ്പി ബാഗിൽ നിന്ന് എടുത്തിട്ട് ആ നെബിള് മാത്രം കുഞ്ഞിൻ്റെ ചുണ്ടിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. തൽക്കാലം ഇത് വെച്ചോ, ഞാൻ ഇപ്പോൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പാൽക്കുപ്പിയുമായിട്ട് വിഷ്ണു പുറത്തേക്ക് പോവുകയാണ്. വിഷ്ണു അങ്ങനെ നടന്നു പോകുമ്പോൾ ശാലിനി കുഞ്ഞിനെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് എൻ്റെ മോള് കണ്ണടച്ചങ്ങ് ഉറങ്ങ്, ഇത്രയ്ക്ക് ഗതികെട്ട അച്ഛനമ്മമാരായിപ്പോയല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചങ്ങ് ശാലിനി കരയുകയാണ്. പക്ഷെ അന്നേരം കുഞ്ഞു ആകെ വിശന്നങ്ങ് കരയുന്നുണ്ട്. ഇതേസമയം വിഷ്ണു നടന്ന് രാത്രി സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. അന്നേരം വിഷ്ണു ഒരു തട്ടുകടയിലേക്ക് എത്തുകയാണ്. അന്നേരം അവിടെ വേറൊരു കുട്ടിയെയും കൊണ്ട് അച്ഛനും അമ്മയും നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞ് അച്ഛൻ എനിക്കൊരു ഓംലേറ്റ് കൂടി വേണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല മോളെ, അച്ഛൻ്റെ കയ്യിൽ കാശില്ല, ഇന്ന് പണിയില്ലായിരുന്നു, കടം വാങ്ങിച്ചതാണ്, നാളെ പണിയുണ്ടെങ്കിലും അത് കൊടുത്ത് തീർക്കാനേ ഉള്ളൂ എന്നിങ്ങനെ ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്. അന്നേരം അത് വിഷ്ണു കേൾക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് മോക്കിപ്പോൾ എന്താ വേണ്ട, ഓംലേറ്റ് അല്ലേ, മാമ വാങ്ങിച്ചു തരാമെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും വേണ്ടാന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പാൽക്കുപ്പി ആ കടയിലെ അയാളുടെ അടുത്തേക്ക് കൊടുത്തിട്ട് തിളപ്പിച്ചാറ്റിയ പാലെന്ന് പറയുകയാണ്. അന്നേരം എന്നെ വേണം സാർ എന്നിങ്ങനെ അയാൾ ചോദിക്കുമ്പോൾ തമിഴാ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു നോക്കുകയാണ്. തുടർന്ന് ബോട്ടിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിൽ വാങ്ങി അയാൾ പാലൊഴിക്കാൻ തുടങ്ങിയാണ്. അതേസമയത്ത് ഒരു ഓംലേറ്റ് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് കമലം വിളിക്കുകയാണ്. തുടർന്ന് കമലിനോട് വിഷ്ണു പറയാൻ വിഷമിക്കുകയൊന്നും വേണ്ട, ഇന്നൊരു രാത്രിയല്ലേ, നമ്മൾ എവിടെയെങ്കിലും തങ്ങും, അവരുടെ കൂടെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് വിഷ്ണു ആണെങ്കിൽ കയ്യിൽ ഒന്നുകൂടി ഇറുക്കി ഉടുക്കുമ്പോഴേക്ക് ആ മടിക്കുത്തിലെ പേഴ്സ് എടുത്ത് ആ തട്ടുകടയിലെ ബെഞ്ചിൻ്റെ സൈഡിലേക്ക് വയ്ക്കുകയാണ്. ഇതേസമയം വേറൊരു പയ്യൻ ബൈക്കിൽ വരുന്നുണ്ട്. അതായത് ഒരു ചായ പറഞ്ഞ ശേഷം നോക്കുമ്പോൾ പേഴ്സ് അവിടെ ഇരിക്കുന്ന കാണുകയാണ്. തുടർന്ന് എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച ശേഷം ആരും കാണാതെ പെട്ടെന്ന് പരുങ്ങി ആ പയ്യൻ ആ പേഴ്സ് എടുത്ത ശേഷം അങ്ങ് ബൈക്കിൽ കയറി പോവുകയാണ്. തുടർന്ന് ഫോണൊക്കെ വെച്ച ശേഷം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ 10 രൂപ എന്ന് അയാൾ തമിഴൻ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പേഴ്സ് വെച്ച സ്ഥലം നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല, എൻ്റെ പേഴ്സ് ഇവിടെ വെച്ചതാണ്, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്, എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ആ തട്ടുകടയിലെ തമിഴാണെങ്കിൽ സംശയത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ വിഷ്ണുവിനെ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് ആ പാലിങ്ങിതാ, ഞാൻ കൊണ്ടുപോയിട്ട് 10 രൂപ കൊണ്ടുതരാമെന്ന്. തുടർന്ന് ആ തമിഴൻ അങ്ങ് പാല് പിടിച്ച് വാങ്ങിച്ചിട്ട് അത് തിരിച്ചൊഴിച്ചിട്ട് ബോട്ടിൽ മാത്രം കൊടുക്കുകയാണ്. അന്നേരം ഒരു കൈക്കുഞ്ഞിനാണ് എന്നിങ്ങനെ പറയുമ്പോൾ കുഞ്ഞിനായാലും പാട്ടിക്കായാലും കാശ് കൊടുത്താൽ തരാമെന്നിങ്ങനെ അയാൾ തമിഴിലാണ് പറയുന്നത്. അന്നേരം വിഷ്ണുവിന് ദേഷ്യം വരികയാണ്. ഞാൻ ആരാണെന്നറിയാമോ നിനക്ക്, ഞാൻ ആരുടെ മകനാണെന്നറിയാമോ, സത്യഭാമയുടെ എന്നിങ്ങനെ പറയാൻ വരുമ്പോൾ ഒരു നിമിഷം വിഷ്ണു അങ്ങ് മടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു അത് പറയുന്നില്ല. തുടർന്ന് അന്തം വിട്ട് വിഷ്ണുവിടെ പാലില്ലാതെ നിൽക്കുകയാണ്. അത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ പാലില്ലാതെ വിഷ്ണു എങ്ങനെ തിരികെ അമ്പലനടയിലേക്ക് പോകും, അതോ ഇനി ആരെങ്കിലും എത്തുമോ, വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.